കുതിരോട്ടം പപ്പുവിൻ്റെ മകൻ്റെ ബിനു 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 ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടു. ബിനു എന്താണ് ആ സിനിമയിൽ റോളെന്ന് തന്നെ എനിക്കറിയില്ല. കാരണം ഞാനത് ഡബ് ചെയ്യാൻ പോയപ്പോൾ ബിനുവിനെ ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. പക്ഷേ ബിനു ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന കേട്ടു, ആ ഹോസ്റ്റ് ചോദിക്കുന്നു, ഭാഗ്യലക്ഷ്മി ചേച്ചി ഇങ്ങനെ പറഞ്ഞതിന് സംവിധായകൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മറുപടി പറഞ്ഞു? ഇല്ല, അവർ പറഞ്ഞത് അതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല. പരമപുച്ഛമാണ്. ഒരാളും ചേച്ചി ആ മൂവി റിലേറ്റഡ് ആരും എന്നിട്ട് ഒന്ന് കൺസോളി അറ്റ്ലീസ്റ്റ് നമ്മളെ വിളിച്ച ചേച്ചി ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ മതി. എന്നെ മാറ്റി നിർത്തിയാലൊന്നും എനിക്ക് ഒരു പരാതിയില്ല. ശോഭനയുടെ വോയിസ് സ്വന്തമായി ചെയ്യണം എന്ന ആഗ്രഹം തോന്നി. എന്താ അതിൽ തെറ്റ്? അതിലെന്താണ് തെറ്റ്? എൻ്റെ ഭാഗ്യലക്ഷ്മി ചേച്ചി, മീരയുടെ സംസാരം കേൾക്കുമ്പോഴാണ് കൂടുതൽ ചിരി വരുന്നത്. എരിവ് കയറ്റി കൊടുക്കുക. സത്യത്തില് ഈ ബാലചന്ദ്രമേനോൻ ഒരു കാര്യം പറയാം. ബാലചന്ദ്രമേനോന്റെ പണ്ടത്തെ പടങ്ങളിൽ നായികമാരാകുന്നവർക്ക് ഇത്ര വർഷം കരാർ, വേറെ സിനിമകളൊന്നും അഭിനയിക്കരുതെന്ന് പറഞ്ഞാൽ കരാർ ഇങ്ങോട്ട് എഴുതിക്കുക എന്ന് കേട്ടിട്ടുണ്ട്. നന്ദിനി, ശോഭന അവരെയൊക്കെ വെച്ച്. അപ്പോൾ ആ സമയത്ത് ഈ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറെ പടങ്ങളിൽ വന്നാൽ ഇവർക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. ഈ പടം ഇറങ്ങാതെ ഇവർക്ക് വേറെ പടങ്ങളിൽ അഭിനയിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ആ കാര്യമാണ് ഓർമ്മ വന്നത്. ഈ ശോഭനയ്ക്കും അല്ലെങ്കിൽ ഈ ഭാഗ്യലക്ഷ്മി ശബ്ദം കൊടുത്തിട്ടുള്ള നടിമാർക്ക് ഭാഗ്യലക്ഷ്മിയുടെ അനുവാദം വേണോ വേറെ പടങ്ങളിൽ അവർക്ക് സ്വന്തം ശബ്ദം കൊടുക്കണമെങ്കിൽ? നമ്മുടെ ഈ കുഞ്ചാക്കോവൻ ആദ്യ പടത്തിൽ അനിയത്തിപ്രാവുന്ന സിനിമയിൽ അദ്ദേഹത്തിന് സൗണ്ട് കൊടുത്ത് കൃഷ്ണേന്ദ്രൻ എന്ന് പറഞ്ഞ ഗായകനാണ്. അദ്ദേഹം സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതിനുശേഷം സ്വന്തം സൗണ്ടിലാണ് കുഞ്ചാക്കോവൻ പടങ്ങൾ ചെയ്തിട്ടുള്ളത്. കൃഷ്ണേന്ദ്രനോട് അനുവാദം ചോദിച്ചിട്ടാണോ കുഞ്ചാക്കോവൻ സ്വന്തം ശബ്ദം കൊടുക്കാൻ തുടങ്ങിയത്? നവ്യ നായർ കൃഷ്ണ എന്താ പറയുക, കല്യാണരാമൻ സിനിമയിൽ സ്വന്തം സൗണ്ടാണ് കൊടുക്കുന്നത്. പക്ഷെ ചിരിക്കുന്ന സൗണ്ട് വേറെ ആരോണ് ചെയ്തിട്ടുള്ളത്. അതായത് ദിലീപിന്റെ തലയിലോട്ട് എന്തോ പാത്രം വന്ന് വീഴുമ്പോൾ ചിരിയൊക്കെ അത് വേറെ ആരോണ് ചെയ്തിരിക്കും. ഇതൊക്കെ ഒരുപാട് നടിമാർക്ക് പലരും സൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി അല്ലായിരുന്നെങ്കിൽ ശോഭനയ്ക്ക് സൗണ്ട് കൊടുക്കാൻ വേറെ ആരെങ്കിലും വരും. ശോഭനയുടെ സൗണ്ട് കൊള്ളാലാഞ്ഞിട്ടില്ല. ശോഭന സംസാരിക്കുമ്പോൾ തമിഴ് വരുന്നതുകൊണ്ടാണ് ഈ ഭാഗ്യലക്ഷ്മിയൊക്കെ വെച്ചിട്ട് വോയിസ് ചെയ്യിക്കുന്നത്. അല്ലാതെ സൗണ്ട് കൊള്ളുകാലഞ്ഞിട്ടുണ്ടല്ലോ. ശോഭന സംസാരിക്കുന്ന തമിഴ് കലർന്ന് മലയാളമൊക്കെ സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ ഇനി ഇവരോട് വന്ന് അനുവാദം ചോദിക്കണം ശോഭന എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? എന്തിനു അനുവാദം ചോദിക്കണം? സംവിധായകൻ എന്തിനു ചോദിക്കണം? ഇവർക്ക് ജോലി ഉണ്ടെങ്കിൽ ഇവരെ വിളിക്കും. ഇവർ ചോദിക്കുന്ന കാശും കൊടുത്ത് ഇവരെ കൊണ്ട് സൗണ്ട് കൊടുപ്പിക്കും, വോയിസ് കൊടുപ്പിക്കും. അതിനുശേഷം ഇവർക്ക് പോകാമല്ലോ. അതാണ് ഇവരുടെ പണി. അല്ലാതെ ഇവർ ഇത്രയും നാളും ചെയ്തിരുന്ന ശോഭനയ്ക്ക് ഇവർ വോയിസ് കൊടുത്തെന്ന് പറഞ്ഞ് ഒരു പടത്തിൽ ശോഭന വോയിസ് കൊടുക്കണമെങ്കിൽ ഇവരോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ശബ്ദം കൊടുക്കണമെങ്കിൽ ഇവരോട് അനുവാദം ചോദിക്കേണ്ട കാര്യമുണ്ടോ? ആ സിനിമയുടെ സംവിധായകനോ അതിന്റെ നിർമ്മാതാവൊക്കെ ഇവരോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇവരോട് പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഈ ഭാഗ്യലക്ഷ്മി ഇങ്ങനെയൊക്കെ പറയുന്നത്. കാവ്യമാധവനും ശ്രീജ എന്ന് പറയുന്ന ഒരു ഡബിങ് ആർട്ടിസ്റ്റാണ് വോയിസ് കൊടുക്കുന്നത്. ഏതാണ്ട് 20 വയസ്സിന്റെ വോയിസ് തന്നെയാണ് ഇപ്പോഴും അവർക്ക് ആ സംസാരത്തിലൊക്കെ. നമ്മൾ ഇപ്പോഴും വേണമെങ്കിൽ കാവ്യമാധവന്റെ ആ 20 വയസ്സുള്ള വോയിസിൽ അവർക്ക് സംസാരിക്കാനുള്ള ഒരു ഇതുണ്ട്. അങ്ങനെ ഒരു കഴിവുള്ളവരാണ് അവർ. അപ്പോൾ ഈ ഒരു പടം ഉണ്ടല്ലോ, മറ്റേ കിലുക്കത്തിന്റെ 2ാം ഭാഗം, അതിൽ കാവ്യമാധവനാണ് സ്വന്തം ശബ്ദമാണ് കൊടുക്കുന്നത്. അതായത് വട്ടൊക്കെ കളിക്കുന്നത്. അത് പൊട്ട അഭിനയമാണ്. ആ വോയിസ് ഒന്നും കാവ്യമാധവന് സ്വന്തം വോയിസ് ഒന്നും ചേർത്ത് പോലും. സ്വന്തം വോയിസ് പടത്തിൽ നമുക്ക് ഇവരുടെ സംസാരം കേൾക്കാം. എന്തൊരു സംസാരമാണെന്ന് തോന്നുന്നു. കാവ്യമാധവൻ ഇവരോട് ചോദിച്ചിട്ടാണ് ആ വോയിസ് ഒക്കെ കൊടുക്കാൻ പോകുന്നത്. അതിന്റെ ആവശ്യം എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ശോഭന വളർന്നത് ഈ ഭാഗ്യലക്ഷ്മിയുടെ വോയിസ് കൊണ്ടാണോ? അല്ല. ഭാഗ്യലക്ഷ്മി ശബ്ദം കൊടുത്തിട്ടല്ല ശോഭന വളർന്നത്. ശോഭനയുടെ അഭിനയം, ആ കഥയുടെ കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ടാണ് ശോഭന വളർന്നത്. അല്ലാതെ ഭാഗ്യലക്ഷ്മി വോയിസ് കൊടുത്തെന്ന് പറഞ്ഞൊന്നുമല്ല. അതുകൊണ്ടൊന്നും അല്ല. മനസ്സിലാക്കാനുള്ള ബോധം ഭാഗ്യലക്ഷ്മിക്ക് ഇല്ല.
എനിക്കതാണ് ഈ ഒരു സംസാരത്തിൽ നിന്ന് മനസ്സിലായത്. ഭാഗ്യലക്ഷ്മിയൊക്കെ കരുതി ഭാഗ്യലക്ഷ്മിയൊക്കെ നല്ല വിവരമുള്ള ഒരു സ്ത്രീ ആയിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷെ ഇവരുടെ ഈ ഒരു വർത്തമാനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവർ വെറും പൊട്ട സ്ത്രീയാണ്. ഒരു വിവരമില്ല. വിവരം ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഇത്തരത്തിൽ വർത്തമാനം പറയൂ, എനിക്ക് മനസ്സിലാവുന്നില്ല. ശോഭന എന്തിനാണ് ഇവരുടെ അനുവാദം ചോദിക്കുന്നത്, ഇവരോട് വിളിച്ച് ചോദിക്കുന്നത് ഞാൻ ഈ പടത്തിൽ വോയിസ് കൊടുക്കാൻ പോകുന്നത്? എന്തിനാണ് ഇവരോട് ആലോചിക്കുന്നത്? വിവരക്കേട് പറയാതെ സ്ത്രീയെ